ഹരി ഓം. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനം ശലാകയാ ചക്ഷുർമീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അരുണാചല ശിവ. എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും തന്നെ ഈ മാസം രാമായണ മാസമായി ആചരിക്കുന്നുണ്ട്. എല്ലാവരും തന്നെ, എല്ലാ വിശ്വാസികളും എല്ലാ ഭക്തരും വളരെ ഭക്ത്യാദരപൂർവം രാമായണം പാരായണം ചെയ്യുന്നുണ്ട്. എല്ലാവരും ഭക്തിയോടെ അത് സേവിക്കുന്നുണ്ട്. നമ്മളും ഇന്നു മുതൽ രാമായണം പാരായണം ചെയ്യാൻ തുടങ്ങുകയാണ്. നമ്മൾ രാമായണത്തിലെ ഭഗവാൻ ശ്രീരാമൻ എന്ന ആ തത്വരഹസ്യം എന്താണ്, രാമായണ തത്വം എന്താണ്, അതിനെയാണ് ഇന്നു മുതൽ പാരായണം ചെയ്യാൻ തുടങ്ങുന്നത്. രാമായണത്തിലെ രാമൻ, ഭഗവാൻ ശ്രീരാമൻ തത്വമാണെങ്കിൽ മറ്റു കഥാപാത്രങ്ങളെല്ലാം തന്നെ ആ തത്വത്തിന്റെ മറ്റു ബാധകൾക്ക് വേണ്ടി ചമക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഭഗവാൻ ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ ശുദ്ധബോധം, ശുദ്ധ ചൈതന്യം. എവിടെയൊക്കെ ശ്രീരാമൻ എന്ന് രാമായണത്തിൽ പറയുന്നുണ്ടോ അവിടെയെല്ലാം ഈ അർത്ഥം തന്നെയാണ് ഗ്രഹിക്കേണ്ടത്. അല്ലാതെ ഒരു വ്യക്തി എന്ന രീതിയിലല്ല ഭഗവാൻ ശ്രീരാമനെ ഗ്രഹിക്കേണ്ടത്. അത് ശുദ്ധബോധം തന്നെ. നമ്മളിലും നിങ്ങളിലും എല്ലാം വിളങ്ങി നിൽക്കുന്ന ഏക സത്യം, അഖണ്ഡ സത്യം, അഖണ്ഡബോധം, അത് തന്നെയാണ് ഭഗവാൻ ശ്രീരാമൻ. ആ തത്വത്തെയാണ് നമ്മൾ ഇന്ന് മുതൽ നോക്കാൻ പോകുന്നത്. ഭാഷയ്ക്ക് പരിമിതിയുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ തത്വത്തെ ഭാഷയിലൂടെ പ്രകാശിപ്പിക്കാനായി ഒരു ചെറിയ ശ്രമം നടത്തുന്നത്. ആ തത്വം ഈ ശരീരത്തിലിരുന്ന് ഏതൊന്നാണോ ഈ ശരീരത്തിലിരുന്ന് ആ തത്വത്തെ പറയുന്നത്, അതേ തത്വം തന്നെയാണ് ഇത് കേൾക്കുന്നവന്റെ ഹൃദയത്തിലിരുന്ന് ആ തത്വം ഗ്രഹിക്കുന്നത്. ഈ ശരീരത്തിലിരുന്ന് ഏതൊരു തത്വം പറയുന്നോ അതേ തത്വം തന്നെ ഇത് കേൾക്കുന്നവന്റെ ഹൃദയത്തിലിരുന്ന് ആ തത്വം ഗ്രഹിക്കും. ഇന്നേ വരെ ആ ശുദ്ധബോധമല്ലാതെ ഈ തത്വം ഗ്രഹിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. ഈ പറയുന്ന ഈ ശരീരത്തിലെ ഹൃദയത്തിലിരുന്ന് ആ ശുദ്ധതത്വത്തെ പ്രകാശിപ്പിക്കുന്നു. അത് കേൾക്കുന്നവന്റെ ഹൃദയത്തിലിരുന്ന് ആ ശുദ്ധതത്വം തന്നെ ഗ്രഹിക്കുന്നു. ഇന്നേ വരെ അങ്ങനെ ഗ്രഹിച്ചിട്ടുള്ളൂ. അപ്പോ ആ തത്വത്തെ ഗ്രഹിക്കാനായിട്ട് നമ്മുടെ അന്തര്യാമി നമ്മളിൽ കൃപ ചൊരിയട്ടെ. ഇത് പറയുന്ന ഈ വ്യക്തിയിലും അന്തര്യാമി കൃപ ചൊരിയട്ടെ. അതിനു മുമ്പ് വേറൊരു ചെറിയൊരു കാര്യം കൂടി പറയണം.
ഈ ഈ പറയുന്ന ഈ വ്യക്തി ദേഹത്തിന്റെ നാമം, പേരെന്താണ്, ജോലി എന്താണ്, ഗൃഹസ്ഥനാണോ, സന്യാസിയാണോ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ സന്ദേശം മുഖേന ലഭിക്കുന്നുണ്ട്. ഇവിടെ ഈ സാമൂഹ്യ മാധ്യമത്തിലായാലും മറ്റു രീതിയിലായാലും നമ്മൾ ചർച്ച ചെയ്യുന്നതും പങ്കുവയ്ക്കുന്നതും ജ്ഞാനയോഗം, ശുദ്ധ ജ്ഞാനം, അതിനെക്കുറിച്ചാണ്. സാമൂഹ്യ മാധ്യമത്തിലെ എല്ലാ കുറിപ്പുകളും എല്ലാ ലേഖനങ്ങളും ആ ഒരേ ഒരു ജ്ഞാനം എന്ന അദ്വൈത തത്വം അതിനെ പ്രകാശിപ്പിക്കാനായിട്ടുള്ള ഉദ്യമമാണ്. അപ്പോ അത്തരം ആ ഉദ്യമത്തില് അത് എഴുതുന്ന വ്യക്തിയുടെ നാമത്തിനോ ജോലിക്കോ ആ ശരീരത്തിന്റെ കർമ്മങ്ങൾക്കോ ഒരു പ്രസക്തിയില്ല. അവിടെ ഒരേ ഒരു പ്രസക്തിയുള്ളൂ, ജ്ഞാനം. അതിനെ കൈക്കുമ്പിളിൽ എത്രത്തോളം കോരിയെടുക്കാൻ പറ്റുന്നോ അത്രത്തോളം കോരി എടുത്തോളുക. ഈ ജ്ഞാനം ആർക്കും പരീക്ഷിക്കാം. ഇന്ന മതസ്ഥന് മാത്രമേ പറ്റൂ, പാടൂ, മറ്റു മതസ്ഥർക്ക് പാടില്ല, അങ്ങനെയൊന്നുമില്ല. ഹിന്ദുവിനോ മുസൽമാനോ ക്രിസ്ത്യനോ സിഖോ ജൈനനോ പാഴ്സിയോ ബുദ്ധനോ സൗരാഷ്ട്രനോ ആർക്ക് വേണമെങ്കിലും ഈ തത്വത്തെ പരീക്ഷിക്കാം, നിരീക്ഷിക്കാം, സ്വയം ആത്മവിചാരം നടത്തി അതിനെ സാക്ഷാത്കരിക്കാം. കാരണം ഇതൊരു മതത്തിൻ്റെയും മാർഗമല്ല, ഒരു മതത്തിൻ്റെയും സമ്പ്രദായമല്ല. ഇത് ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യൻ്റെയും ജന്മാവകാശമാണ്. ഓരോ മനുഷ്യൻ്റെയും ജന്മാവകാശമാണ് ജ്ഞാനം. കാരണം അത് പുതുതായി നമുക്ക് ലഭിക്കേണ്ട ഒരു വസ്തുവല്ല, കിട്ടിക്കഴിഞ്ഞതാണ്, നിത്യസിദ്ധമായ വസ്തുവാണ്. അതിനെ തന്നെയാണ് വീണ്ടും നമ്മൾ തേടുന്നത്. അതിലിരുന്നു കൊണ്ട് അതിനന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്നു. ഓരോ നിമിഷത്തിലും അതിൽ ഇരുന്നു കൊണ്ട്, ഓരോ നിമിഷത്തിലും അതിൽ ചലിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു. പുറമേ മുഴുവൻ അന്വേഷിക്കും, എല്ലായിടത്തും തേടി നടക്കും. തേടി നടന്ന് ഒടുവിൽ ഒരു നിവർത്തിയില്ലാതാവുമ്പോൾ അകമേക്ക് തിരിയും. അതേ വഴിയുള്ളൂ, അകമേക്ക് തിരിയും, താനേ തിരിയും. അതല്ല പുറമേക്ക് തന്നെ തിരിയുകയാണെങ്കിൽ അങ്ങനെയും പോകുന്നവരുണ്ട്. ഓരോരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അങ്ങനെയൊക്കെയായി അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. സിദ്ധികളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതൊരു സിദ്ധിയുടെയും ഒരു അത്ഭുതത്തിൻ്റെയും ഒരു നാടകശാലയല്ല. ഇത് അവനവനെ അറിയുക. എൻ്റെ സ്വരൂപം എന്താണ്, ഞാൻ ആരാണ്, ഞാൻ ഈ ശരീരമാണോ, ഈ മനസ്സാണോ, ഈ ബുദ്ധിയാണോ, ഈ പ്രാണനാണോ, ഇതൊന്നുമല്ലാതെ ഇതിൻ്റെ ഒക്കെ ആധാരമായി നിൽക്കുന്ന മറ്റെന്താണ് ഞാൻ? അതിനെ ആത്മവിചാരം ചെയ്ത് അകമേക്ക് ആഴത്തില് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ മനോനാശം സംഭവിച്ച് പരിപൂർണ ശാന്തി, പരിപൂർണ തൃപ്തി അത് ലഭിക്കും. എന്താ അതിൻ്റെ ഗുണം? ഇന്നേ വരെ
നമ്മൾ കണ്ട ലോകം ആ ലോകത്തെ കാണുന്ന കാഴ്ചപ്പാടേ മാറും. നമ്മൾ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ആ കാഴ്ചപ്പാടും അത് മാറും. ഒന്ന് ഉറപ്പ് തരാം, ഏറ്റവും കുറവ് സ്വസ്ഥമായിരിക്കാം, ശാന്തമായിരിക്കാം. നമ്മൾ അതിനാണല്ലോ കിടന്ന് ഓടുന്നത്. എവിടെ നിന്ന് സമാധാനം കിട്ടും? ഈ കാണുന്ന ഓട്ടവും ഈ കാണുന്ന ആത്മഹത്യകളൊക്കെ കണ്ടില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? എവിടുന്ന് കിട്ടും ശാന്തി? എവിടുന്ന് കിട്ടും ശാന്തി? എവിടുന്ന് കിട്ടും സമാധാനം? സ്വസ്ഥത എവിടുന്ന് കിട്ടും? എന്റെ സ്വസ്ഥത നശിച്ചു. ഈ ഓട്ടം തന്നെയാണ് ജനിച്ച് അന്ന് മുതൽ പട്ടടയിലേക്ക് അടങ്ങുന്ന നിമിഷം വരെ ഈ ഓട്ടം. എന്നിട്ടും കിട്ടുന്നില്ല. എന്താ? പുറമെയാണ് തിരയുന്നത്. പുറമേയുള്ള വസ്തുക്കളിൽ തിരയുന്നു. പുറമേയുള്ള വസ്തുക്കളുടെ പിന്നാലെ ഓടുന്നു. കുറെ ധനം കിട്ടിക്കഴിഞ്ഞാൽ ശാന്തി ഉണ്ടാവുമോ? ഉണ്ടാവില്ല. വലിയ വലിയ കോടീശ്വരന്മാര്, വലിയ വലിയ ധനവാന്മാരൊക്കെ അവസാനം ആത്മഹത്യ ചെയ്തു. എന്തേ? അവർക്ക് ധനം ഇല്ലാഞ്ഞിട്ടാണോ? അല്ല. ധനം ശാശ്വതമല്ല. ധനം സുഖത്തെ നൽകില്ല. പുറമേയുള്ള യാതൊരു വസ്തുക്കളും സുഖത്തെ നൽകില്ല. യാതൊരു വസ്തുവും സമാധാനം നൽകില്ല. അത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ഒന്ന് കിട്ടുമ്പോൾ സന്തോഷം കുറച്ചു നേരത്തേക്ക്, അപ്പൊ അത് വേണ്ട എന്നായി. അതിനേക്കാൾ മെച്ചമുള്ളത് കിട്ടിക്കഴിഞ്ഞ സന്തോഷം. ഇതിങ്ങനെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് നമ്മുടെ ചുടലക്കാട് വരെ നീളും ഈ ഓട്ടം. അവസാനം ഈ കല്ലും മണ്ണും മരം പോലെ ഉണ്ടാവുന്നു, കുറച്ചു കാലം നിലനിൽക്കുന്നു, നശിക്കുന്നു. അങ്ങനെ നമ്മൾ ഇല്ലാതെയാവും. എന്ത് നേടി? ഒന്നും നേടിയില്ല. എന്താ അർത്ഥം ജീവിതത്തിന്റെ? അറിയില്ല. ഇങ്ങനെ ജീവിച്ചു. മക്കളുണ്ടായി, ഭാര്യ ഉണ്ടായി, കുട്ടികളുണ്ടായി, പ്രാരാബ്ദം, സ്കൂളിൽ ചേർക്കണം, അങ്ങനെ ഇങ്ങനെ അതിന്റെ പിന്നാലെ അങ്ങനെ ജീവിതം അവസാനിക്കും. എന്താ അർത്ഥമുള്ളത് അതിന്? ഈ ഓട്ടത്തിന്? ഈ ഓട്ടത്തിന് എല്ലാറ്റിനും ഒരു പര്യവസാനം. അതിനെയാണ് ജ്ഞാനം അഥവാ ശുദ്ധബോധം. അവനവനെ അറിയുക. ഞാൻ ആര് എന്നുള്ള ആത്മവിചാരം കൊണ്ട് അവനവനെ അറിയുക. അതിനുള്ള ഒരേ ഒരു പരിഹാരം അതാണ്. എല്ലാ മാർഗങ്ങളിലൂടെയും ജ്ഞാനത്തെ കിട്ടും. ഭക്തിമാർഗമാവാം. അതായത് ഒരു ഹൈന്ദവ സമ്പ്രദായത്തിലാണെങ്കിൽ ആ ഭക്തി, മറ്റു സമ്പ്രദായത്തിലാണെങ്കിൽ അപ്പോഴും ഭക്തിൻ്റെ അവിടെ ഭക്തിമാർഗം, കർമ്മയോഗം, എല്ലാറ്റിലൂടെയും വിവിധ ഘട്ടങ്ങളിലൂടെ ഇതേ അവസ്ഥയിലേക്ക് തന്നെയാണ് ചെന്നെത്തുന്നത്. ഇതേ അനുഭവം അവിടെയും ഉണ്ടാവും, ബ്രഹ്മാനുഭവം. അപ്പോ പറഞ്ഞു വന്നത്, ഇത് ഒരാളുടെയും കുത്തകയല്ല, ഒരു മതത്തിന്റെയും കുത്തകയല്ല, നിങ്ങളുടെ ജന്മാവകാശമാണ്. ഓരോ മനുഷ്യജീവികളുടെയും, ഓരോ ജീവജാലത്തിന്റെയും ജന്മാവകാശം. അപ്പോ അത്തരം ഈ ജ്ഞാനത്തെ പറയുന്നതിന് ഈ സംസാരിക്കുന്ന വ്യക്തിയുടെ നാമമോ ജോലിയോ ഒന്നും അതിന് പ്രസക്തമല്ല. ഇതിന്റെ നാമം വേണം എന്നാണ് എല്ലാവരും പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നാമം വിളിച്ചോളൂ, സന്തോഷം തന്നെ. കാരണം ശരീരത്തിനാണല്ലോ ഐഡന്റിറ്റി വേണ്ടത്. നമ്മൾ ഈ 5 വിരലും 10 വിരലും കണ്ണും ഒക്കെ സ്കാൻ ചെയ്യുന്നത് എന്തിനാ? ശരീരത്തിന്റെ ഐഡന്റിറ്റി ഉറപ്പിക്കാൻ. വേദാന്തം പറയുന്നു, നീ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, പ്രാണനല്ല എന്ന്. പക്ഷെ ഭൗതിക ലോകം പറയുന്നു, നീ അത് തന്നെയാണ്, നീ ശരീരമാണ്, നീ ശരീരാണ് ഉറപ്പിക്കാണ്, ബലപ്പെടുത്തുകയാണ്. അതിനുവേണ്ടി ശരീരത്തിന്റെ ഐഡന്റിറ്റി, ശരീരത്തെ പോഷിപ്പിക്കാനുള്ള മാർഗങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. മുഴുവൻ ശരീരപ്രധാനം, സർവവും ശരീരപ്രധാനം. അതിനൊരു നിമിഷം പോലും വ്യതിചലിക്കാൻ ഈ ഭൗതിക ലോകം അനുവദിക്കില്ല.
അപ്പോൾ അതിന് ഐഡന്റിറ്റി വേണം. ഒരു ജിജ്ഞാസ, ആരാണ്, എന്താണ്, എവിടെയാണ്, ഫോൺ നമ്പർ തരൂ, മൊബൈൽ നമ്പർ തരൂ, ഒന്നും കൊടുക്കാതെ തന്നെ ഈ ഫേസ്ബുക്കിലെ മെസ്സഞ്ചറിൽ കോളോട് കോളാണ്. നമ്പർ ഫേസ്ബുക്കിൽ വെക്കണം എന്ന് കരുതിയത് തന്നെയാണ്, പക്ഷേ പിന്നീട് അത് വേണ്ട എന്ന് കരുതി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് വിളിക്കാം. അഥവാ നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ, സന്തോഷമാണ്. പിന്നെ മറ്റൊരു കാര്യം പലരും ചോദിച്ചിട്ടുണ്ട്, ഇതൊരു സമ്പ്രദായത്തിൻ്റെയും ഭാഗമല്ല ഈ ജ്ഞാനം, ഒരു മതത്തിൻ്റെയും ഭാഗമല്ല എങ്കിൽ അദ്വൈതായനം എഴുതുമ്പോൾ അത് 14-ാമത്തെ അധ്യായം ആയിട്ടുണ്ട്. 18-ാമത്തെ അധ്യായം ആയിക്കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കണമെന്ന് കരുതുന്നു. ഇനി 4 അധ്യായം കൂടിയുണ്ട്. അപ്പൊ അതിൻ്റെ എല്ലാറ്റിൻ്റെയും അവസാനം അരുണാചല ശിവ എന്ന് എഴുതുന്നുണ്ടല്ലോ. അതൊരു സമ്പ്രദായത്തിലെ, ഒരു ഹൈന്ദവ സമ്പ്രദായത്തിലെ മൂർത്തിയുടെ പേരല്ലേ? ശരിയാണ്, അതൊരു മൂർത്തിയുടെ പേരാണ്. ബാഹ്യമായി നോക്കുകയാണെങ്കിൽ പറയുന്നത് ശരിയാണ്. എന്നാൽ അതിൻ്റെ പരമാർത്ഥ തലത്തിൽ നോക്കുകയാണെങ്കിൽ അരുണ അചല ശിവം എന്ന് പറഞ്ഞാൽ, അരുണ എന്ന് പറഞ്ഞാൽ ലളിതാ സഹസ്രനാമത്തിലെ ദേവിക്ക് ഒരു പേര്, അമ്പാൾക്ക് ഒരു പേര് അരുണ. അരുണ എന്ന് പറഞ്ഞാൽ ശക്തി. ആ ശക്തിയുടെ വൈഭവമാണ് ഈ കാണുന്നത് മുഴുവൻ. ഈ ഭൗതിക ലോകത്ത് കാണുന്ന എല്ലാ പുരോഗതിയും ആ ശക്തിയുടെ വൈഭവമാണ്. അതിന് സൃഷ്ടി എന്ന് പറയും. വിദ്യാകാരിണിയും അവിദ്യാകാരിണിയാണ് ഈ ശക്തി. എന്താ അവിദ്യ? വിദ്യ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതൊക്കെ തന്നെ. ഈ ശക്തി പുറമേക്ക് ഒഴുകുന്നു. അഹംവൃത്തിയിലൂടെ, ചിത്തവൃത്തികളിലൂടെ, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ പുറമേക്ക് ഒഴുകി ഇങ്ങനെ പടരുന്നു. ഇപ്പൊ ഈ കാണുന്ന സകലതും ആ ശക്തി തന്നെ, ഈ അവിദ്യാശക്തി. അത് ഉള്ളത് കൊണ്ടാണ് ഈ പുരോഗതിയൊക്കെ, ഈ ഭൗതിക പുരോഗതിയുടെ ഒക്കെ പിന്നില് ആ ഒരേ ഒരു ശക്തിയാണ്. എല്ലാ ശാസ്ത്ര സാങ്കേതിക പുരോഗതിയും, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും, എല്ലാ രീതിയിലുള്ള ആധുനിക സൗകര്യങ്ങളും ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് ഈ ശക്തി പുറമേക്ക് ഒഴുകുന്നതിൻ്റെ ഗുണം കൊണ്ടാണ്. ഇതേ ശക്തി തന്നെ അകമേക്ക് ഒഴുകി കഴിഞ്ഞാൽ ജ്ഞാനം, ആത്മജ്ഞാനം, ആത്മസാക്ഷാത്കാരം. അതേ ശക്തി അകമേക്ക് ഒഴുകിയാൽ ആത്മസാക്ഷാത്കാരം. ആ അജ്ഞാനം മാറും. അജ്ഞാനം മാറുമ്പോൾ എന്നും ഉണ്ടായിരുന്ന ആ വസ്തു തെളിയും. മേഘം മാറുമ്പോൾ പുതിയൊരു സൂര്യൻ അവിടെ ഉണ്ടാകുന്നില്ല. സൂര്യൻ മുൻപേ ഉണ്ടായിരുന്നു, മേഘം മറിഞ്ഞിരിക്കുകയായിരുന്നു. മേഘം മാറിയപ്പോൾ സൂര്യൻ വെളിപ്പെട്ടു. അത്ര തന്നെ. അജ്ഞാനം നീങ്ങുമ്പോൾ അവിടെ എന്നുണ്ടായിരുന്ന ശുദ്ധബോധം താനേ തെളിയും. അതിന് കാരണമാണ് ഈ ശക്തി. അതിൻ്റെ പേരാണ് അരുണ. അചലോ, അചലം എന്ന് പറഞ്ഞാൽ നിശ്ചല തത്വം. ഈ ശക്തിയുടെയും പിറകിൽ സാന്നിധ്യമായിട്ട് നിൽക്കുന്നത് ഏതൊന്നാണോ അതിനെയാണ് അചലം, ശുദ്ധബോധം. അതിൻ്റെ സാന്നിധ്യ ബലം കൊണ്ട്, ഒന്നുകൊണ്ട് മാത്രമാണ് എല്ലാം ഭാസിക്കുന്നതും എല്ലാം സകലതും പ്രകാശിക്കുന്നതും. അത് പ്രകാശിക്കുന്നു, സകലതും പ്രകാശിക്കുന്നു. സർവ്വതിനും ആധാരം അതാണ്, സർവ്വതിനും അധിഷ്ഠാനം അതാണ്. അതിൻ്റെ പേരാണ് അചലം. അപ്പോൾ ഈ ശക്തി അകമേക്ക് ഒഴുകി അഹംവൃത്തി, ചിത്തവൃത്തികളില്ലാതായി അഹംവൃത്തിയും ഇല്ലാതായി കഴിഞ്ഞാൽ മനോനാശം സംഭവിക്കുമ്പോൾ എന്തുണ്ടാവും? ഈ ശക്തി അചലമാവും, നിശ്ചല തത്വമായി മാറും. അപ്പോൾ ഈ അരുണ
അചലനോടുകൂടി ചേരുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ്? ശിവം, പൂർണ്ണ തൃപ്തി, പരിപൂർണ ശാന്തി, അളവറ്റ ആനന്ദം. അതിനെയാണ് അരുണാചല ശിവ എന്ന് പറയുന്നത്. അതൊരു മഹാവാക്യാണ്. അഹം ബ്രഹ്മാസ്മി തത്വമസി പ്രജ്ഞാനം ബ്രഹ്മ എന്നൊക്കെ പറയുന്ന പോലെ ഒരു മഹാവാക്യാണ് അരുണാചല ശിവ. അപ്പൊ നമ്മൾ ഇന്ന് മുതൽ നോക്കാൻ പോകുന്നത് രാമായണ തത്വമാണ്. അത് ഭഗവാൻ ശ്രീ പരമേശ്വരൻ കൈലാസത്തിൽ വിശ്രമിക്കുമ്പോൾ പാർവതീദേവി വന്ന് ഒരു ശിക്ഷഭാവത്തോടെ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, അവിടുന്ന് എനിക്ക് ആത്മതത്വത്തെ ഉപദേശിച്ചാലും ആത്മതത്വത്തെ പറഞ്ഞു തന്നാലും. പാർവതീദേവിയുടെ ആ അപേക്ഷ കേട്ടപ്പോൾ ഭഗവാൻ ആത്മതത്വത്തെ ഉപദേശിക്കാനായി തുടങ്ങി. അപ്പോൾ പാർവതീദേവി പറഞ്ഞു, എനിക്ക് ആദ്യം ശ്രീരാമൻ എന്ന ആ തത്വരഹസ്യത്തെ ആദ്യം ഉപദേശിച്ചു തന്നാൽ വളരെ നന്നായി. അങ്ങനെയാണ് ഭഗവാൻ രാമായണ തത്വം ഉപദേശിക്കുന്നത്. ആധ്യാത്മിക രാമായണം, അധ്യാത്മരാമായണം ഉപദേശിക്കുന്നത് അങ്ങനെയാണ്. ഈ തത്വം, ഈ രഹസ്യം ഉപനിഷത്തുകളിൽ പറയുന്ന അതേ തത്വം തന്നെ അന്ന് നമ്മൾ തന്നെ ഈ ഇരിക്കുന്ന ശരീരത്തിൽ ഇരിക്കുന്ന ഈ വ്യക്തിയും നിങ്ങളും ഈ കാണുന്ന പ്രപഞ്ചവും ഒക്കെ അത് തന്നെ. ഒരേ ഒരു ശുദ്ധബോധം, ഒരേ ഒരു വസ്തു. അതിനെക്കുറിച്ചാണ് ഈ ഉപനിഷത്ത് മൊത്തം പറയുന്നത്. സകല ഉപനിഷത്തും സകല പുരാണങ്ങളും സകല ശാസ്ത്രങ്ങളും എല്ലാം മാറ്റിക്കുറിക്കുക ഒറ്റ വാക്കിൽ പറയാം: നിന്നെ അറിയൂ, നിന്നെ അറിയൂ. ഞാൻ ആരാണ്, ഞാൻ ആരാണ് എന്ന് അകമേക്ക് ആഴത്തിൽ ആഴത്തിൽ നിരീക്ഷിച്ച് ആഴത്തിൽ ആഴത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ അവിടെയുണ്ട്, എപ്പോഴുള്ള വസ്തുവാണ്. സദാ അത് തന്നെയാണുള്ളത്, മറ്റൊരു വസ്തു ഇല്ല, അതേ ഉള്ളൂ. അപ്പോൾ നമ്മളിൽ എല്ലാവരിലും ആ ജ്ഞാനം പ്രകാശിക്കാൻ ആ അന്തര്യാമി, ആ സച്ചിദാനന്ദ വസ്തു അനുഗ്രഹിക്കട്ടെ, കൃപ ചൊരിയട്ടെ. നാളെ നമുക്ക് ഈ തത്വത്തിലേക്ക് ആഴത്തിൽ ഗഹനമായി തന്നെ പ്രവേശിക്കാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ആ അന്തര്യാമി അനുഗ്രഹിക്കട്ടെ. അരുണാചല ശിവ.